നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തന്റെ ജീവിതം എപ്പോഴും ആസ്വദിക്കുന്ന താരമാണ് തൃഷ കൃഷ്ണൻ. തന്റെ 20കളും 30കളും സിനിമാ തിരക്കുകൾക്കായി മാത്രം മാറ്റിവെക്കാതെ യാത്രകൾക്കും പാർട്ടികൾക്കും ആഘോഷങ്ങൾക്കും തൃഷ സമയം കണ്ടെത്തി. കരിയർ മാത്രമല്ല, ജീവിതം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് തൃഷ. ഇന്ന് 42-കാരിയാണ് തൃഷ. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ എവർഗ്രീൻ ക്യൂനായി തിളങ്ങുകയാണ് തൃഷ. സൗന്ദര്യവും കഴിവുകളും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ താരം അടുത്തിടെ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. ലോകപ്രശസ്ത മാധ്യമപ്രവർത്തകയും അവതാരകയുമായ ഓപ്ര വിൻഫ്രിയുടെ പ്രായത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ചിന്തകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൃഷ കുറിച്ച ആമേൻ എന്ന ഒറ്റ വാക്ക് പ്രായത്തെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. 44-ാം വയസ്സിലാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന ഓപ്രയുടെ വാക്കുകളെ നെഞ്ചിലേറ്റുകയാണ് താരം. എന്താണ് ഓപ്ര വിൻഫ്രിയുടെ ആ വാക്കുകൾ? കെ പാമറിന്റെ ബേബി ദിസ് ഈസ് കെ പാമർ എന്ന പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഓപ്ര വിൻഫ്രി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രായത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് അന്ന് ഓപ്ര നൽകിയത്. 30കളുടെ തുടക്കത്തിലേക്ക് തിരിച്ചു പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ഓപ്ര താൻ തിരഞ്ഞെടുക്കുന്നത് 44-ാം വയസ്സായിരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വീണ്ടും 30 വയസ്സാകേണ്ടതില്ല, 44 വയസ്സാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 44-ാം വയസ്സിലാണ് യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തന്റെ 44-ാം വയസ്സിലെ മാറ്റങ്ങളെക്കുറിച്ച് ഓപ്ര വിവരിച്ചത് ഇങ്ങനെയാണ്: മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ അന്ത്യമാണത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ശീലം ഈ പ്രായത്തോടെ അവസാനിക്കുന്നു. താൻ ആരാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാനും അതിൽ അഭിമാനം കൊള്ളാനും സാധിക്കുന്നു. പ്രവർത്തികൾ മറ്റുള്ളവരെ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ല, മറിച്ച് സ്വന്തം സംതൃപ്തിക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നതും ഈ പ്രായത്തിലാണ്. മെയ് 4-ന് തന്റെ 43-ാം ജന്മദിനം ആഘോഷിച്ച തൃഷയ്ക്ക് തൊട്ടടുത്ത വർഷത്തെ വരവേൽക്കാനും ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കാനുമുള്ള വലിയൊരു പ്രചോദനമായി ഓപ്രയുടെ ഈ വാക്കുകൾ മാറിയെന്ന് കരുതാം. ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രായം എപ്പോഴും ഒരു വെല്ലുവിളിയായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഈ മാതൃകകളെ കാറ്റിൽ പറത്തിയ നടിമാരിൽ മുൻപന്തിയിലാണ് തൃഷ. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ 2 പതിറ്റാണ്ടിലേറെയായി മുൻനിര നായികയായി തുടരുക എന്നത് നിസ്സാരമായ ഒരു നേട്ടമല്ല. സാമന്ത, നയൻതാര തുടങ്ങിയവർക്കൊപ്പം തെന്നിന്ത്യൻ സിനിമയിലെ സ്ത്രീ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന തൃഷ പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് തന്റെ കരിയറിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മൗനം പേശിയതേ, സാമി, ഗില്ലി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ 2000-ന്റെ തുടക്കത്തിൽ തെന്നിന്ത്യൻ സിനിമയിൽ തരംഗമായി. 96-ലെ ജാനു എന്ന കഥാപാത്രവും മണിരത്നത്തിന്റെ മൾട്ടി സ്റ്റാറർ ചിത്രം പൊന്നിയിൻ സെൽവനിലെ കുന്തവൈ രാജ്ഞിയും തൃഷയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളായി മാറി. വിജയ്ക്കൊപ്പം അഭിനയിച്ച ലിയോ എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം ഇന്നും തെന്നിന്ത്യയിലെ ഏറ്റവും ഡിമാൻഡുള്ള നായികമാരിൽ ഒരാളായി താരം തുടരുന്നു. അതേസമയം 20 വർഷത്തിലേറെയായി സിനിമാ രംഗത്ത് നായികയായി തുടരുന്ന അപൂർവ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് തൃഷ. ഇന്നും സഹനായിക വേഷങ്ങളിലേക്ക് മാറാതെ നായികയായുള്ള തന്റെ സ്ഥാനം ശക്തമായി നിലനിർത്തുന്ന താരം വലിയ ആരാധക പിന്തുണയും സ്വന്തമാക്കിയിട്ടുണ്ട്. കറുപ്പ് വിജയിച്ചതോടെ ഏറെ നാളായി ഒരു വലിയ ഹിറ്റ് തേടിക്കൊണ്ടിരുന്ന തൃഷയ്ക്ക് തൃഷ ലക്കി ചാമാണെന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ശക്തമായി. സൂര്യയ്ക്ക് മാത്രമല്ല, തമിഴിലെ സൂപ്പർ താരങ്ങളായ വിജയ്, അജിത്, കാർത്തി തുടങ്ങിയവരുടെ കരിയറിൽ തൃഷ മൂലമുണ്ടായ മാറ്റങ്ങളും ചർച്ചയായി. ഹിറ്റുറപ്പിക്കുന്ന ഒരു ഗോൾഡൻ ടച്ച് നടിക്കുണ്ടെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. 2023-ൽ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിജയ് ചിത്രം ലിയോ 605.90 കോടി രൂപയാണ് ആഗോളതലത്തിൽ നേടിയത്. ഇത് വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ്. സിനിമയിൽ നായിക തൃഷയായിരുന്നു. പിന്നീട് 2025-ൽ റിലീസ് ചെയ്ത അധിക രവിചന്ദ്രൻ സംവിധാനം ചെയ്ത അജിത് ചിത്രം ഗുഡ് ബാഡ് അഗ്ലി ലോകമെമ്പാടും നിന്നുമായി 248.25 കോടി രൂപ വാരിക്കൂട്ടി. 2022-ൽ പുറത്തിറങ്ങിയ പൊന്നിയിൻ സെൽവൻ കാർത്തിയുടെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ്. കാർത്തിയുടെ നായികയായി ചിത്രത്തിൽ വേഷമിട്ടതും തൃഷയായിരുന്നു. അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ കറുപ്പ് 200 കോടി ക്ലബിൽ ഇതിനോടകം ഇടം പിടിച്ചു കഴിഞ്ഞു. 4-3 താരങ്ങളുടെയും കരിയർ ബെസ്റ്റ് ചിത്രങ്ങളിലെ നായിക തൃഷയായിരുന്നു എന്ന ആരാധകരുടെ കുറിപ്പ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അതിഥി രവീന്ദ്രനാഥും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകളിൽ തൃഷയുടെ സാന്നിധ്യമുണ്ടെന്നത് കറുപ്പ് കൂടി വിജയമായതോടെയാണ് ആരാധകർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. സിനിമകളുടെ കാര്യത്തിൽ മാത്രമല്ല,
TVK തമിഴ്നാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോഴും തൃഷ എന്ന ലക്ക് ഫാക്ടർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു. തൃഷ ഒരു ലക്കി ചാമാണെന്നും വിജയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പോലും അതിനുദാഹരണമാണെന്ന് കുറിക്കുന്നവരും ഉണ്ടായിരുന്നു. 20 വർഷമായി സിനിമയിലുള്ള തൃഷയ്ക്ക് പരാജയങ്ങൾ അധികം രുചിക്കേണ്ടി വന്നിട്ടില്ല. അതേസമയം കറുപ്പ് സിനിമയുടെ കഥ ആദ്യം കേട്ടത് സൂര്യയല്ല, മറിച്ച് വിജയാണ്. ന്യൂസ് 18 റിപ്പോർട്ട് പ്രകാരം സംവിധായകൻ RJ ബാലാജി 2023 ഓഗസ്റ്റിലാണ് സിനിമയുടെ കഥ വികസിപ്പിച്ചു തുടങ്ങിയത്. ആദ്യം കഥ പറഞ്ഞത് വിജയോടായിരുന്നു. കഥ താരത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അത്രേ. പക്ഷേ പിന്നീട് പല കാരണങ്ങളാൽ വിജയ്ക്ക് കറുപ്പ് ഏറ്റെടുക്കാൻ കഴിയാതെ പോവുകയായിരുന്നു. നിലവിൽ കരിയറിന്റെ ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെയാണ് തൃഷ കടന്നു പോകുന്നത്. RJ ബാലാജി സംവിധാനം ചെയ്ത സൂര്യനായകനായ തൃഷയുടെ ഏറ്റവും പുതിയ ചിത്രമായ കറുപ്പ് മെയ് 15-നായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. സമ്മിശ്ര പ്രതികരണങ്ങളോടെ ചിത്രത്തിന് ലഭിച്ചതെങ്കിലും ബോക്സ് ഓഫീസിൽ ഇതൊരു തരംഗമായി മാറുകയായിരുന്നു. വേൾഡ് വൈഡായി 300 കോടിയിലധികം രൂപ കളക്ട് ചെയ്ത ഈ ഫാന്റസി കോർട്ട് റൂം ഡ്രാമ 2026-ലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രമായും സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരുന്നു. വെള്ളിത്തിരയ്ക്ക് പുറത്ത് ഈ വർഷം തൃഷയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഗില്ലി തിരുപ്പാച്ചി, കുരുവി, ലിയോ എന്നീ ചിത്രങ്ങളിലെ അവരുടെ സഹനടനും ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രധാന വ്യക്തിത്വവുമായ വിജയുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം ഈ മെയ് മാസത്തിൽ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്നിരുന്നു. വോട്ടെണ്ണൽ ദിനമായിരുന്ന മെയ് 4 തൃഷയുടെ 43-ാം ജന്മദിനം കൂടിയായിരുന്നു. അന്ന് താരം ചെന്നൈയിലെ വിജയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. കൂടാതെ മാർച്ച് മാസത്തിൽ ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു വിവാഹ സൽക്കാരത്തിലും ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. ഇരുവരുടെയും തുടർച്ചയായ ഈ ഒത്തുചേരലുകൾ അവരുടെ സൗഹൃദത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമാക്കി നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തനിക്ക് പറയാനുള്ള എന്തും സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവയ്ക്കാറുണ്ട്. ഫാഷൻ റീറ്റെയിലർ ബ്രാൻഡായ സാറയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി തൃഷ കൃഷ്ണൻ എത്തിയിരുന്നു. സാറയിൽ നിന്നും ഡെലിവറി ചെയ്ത വസ്ത്രങ്ങളുടെ മോശം അവസ്ഥയെ പരസ്യമായി വിമർശിക്കുകയായിരുന്നു തൃഷ. തനിക്ക് തുടർച്ചയായി 3 തവണ ലഭിച്ച വസ്ത്രങ്ങളിലും വിയർപ്പ് നാറ്റം ഉണ്ടായിരുന്നുവെന്നാണ് തൃഷ പരാതിപ്പെട്ടത്. തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ തൃഷ ഈ ഒരു ബ്രാൻഡിന്റെ ഔദ്യോഗിക ഹാൻഡിലിനെയും കസ്റ്റമർ കെയർ അക്കൗണ്ടിനെയും ടാഗ് ചെയ്തുകൊണ്ട് മെസ്സേജ് ഷെയർ ചെയ്തിരുന്നതും വലിയ വാർത്തകളായിരുന്നു. ഇതൊരു ചെറിയ അഭ്യർത്ഥനയാണ്. അടുത്ത തവണ ഞങ്ങൾ ഹോം ഡെലിവറി ഓർഡറുകൾ നൽകുമ്പോൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വിയർപ്പ് നാറ്റം ഉണ്ടാകില്ല എന്ന് ദയവായി ഉറപ്പാക്കുക. ഇത് തുടർച്ചയായ 3-ാം തവണയാണ്. ഇത് തികച്ചും അരോചകമാണ്. പാക്ക് ചെയ്യുന്നതിന് മുൻപെങ്കിലും അതൊന്ന് മണത്ത് നോക്കുക എന്നുമായിരുന്നു തൃഷ അന്ന് കുറിച്ചിരുന്നത്. ഇതും വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.